ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ധർമ്മടം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ധർമ്മടമാണ്. അപ്പോൾ ധർമ്മടമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഉത്തരം ധർമ്മടമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2022 ബുക്കർ പ്രൈസ് ജേതാവാണ് ഷെഹൻ കരുണതിലക. അപ്പോൾ ഷെഹൻ കരുണതിലകയാണ് 2022 ബുക്കർ പ്രൈസ് ജേതാവ്. ശ്രീലങ്കൻ സ്വദേശിയാണ് അദ്ദേഹം. അപ്പോൾ ഷെഹൻ കരുണതിലക ശ്രീലങ്കൻ സ്വദേശിയാണ്. ദ 7 മൂൺസ് ഓഫ് മാലി അൽമെയ്ദ എന്ന പുസ്തകമാണ് ഷെഹൻ കരുണതിലകയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പോൾ ഷെഹൻ കരുണതിലകയെ ബുക്കർ പ്രൈസ് ജേതാവാക്കിയ കൃതി ദ 7 മൂൺസ് ഓഫ് മാലി അൽമെയ്ദ എന്നതാണ്. പ്രസ്താവനകൾ ഒന്നുകൂടെ നോക്കാം. 2022 ബുക്കർ പ്രൈസ് ജേതാവാണ് ഷെഹൻ കരുണതിലക. ശ്രീലങ്കൻ സ്വദേശിയാണ് ഷെഹൻ കരുണതിലക. ദ 7 മൂൺസ് ഓഫ് മാലി അൽമെയ്ദ എന്ന പുസ്തകമാണ് ഷെഹൻ കരുണതിലകയെ ബുക്കർ പ്രൈസ് ജേതാവാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. ന്യൂഡൽഹിക്ക് പുറത്ത് വ്യോമസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയായ ആദ്യ നഗരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചണ്ഡീഗഡ്. ന്യൂഡൽഹിക്ക് പുറത്ത് വ്യോമസേന ദിനാഘോഷങ്ങൾക്ക് വേദിയായ ആദ്യ നഗരം ചണ്ഡീഗഡാണ്. അപ്പോൾ ചണ്ഡീഗഡാണ് ന്യൂഡൽഹിക്ക് പുറത്ത് വ്യോമസേന ദിനാഘോഷങ്ങൾക്ക് വേദിയായ ആദ്യ നഗരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, കേരളം. അപ്പോൾ കേരളമാണ് മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം. മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളമാണ് മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനത്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിലെ സ്ഥാനം ഉത്തരം 4 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2024 സുപ്രീം കോടതി എത്രാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 75. 2024 സുപ്രീം കോടതി 75ാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ 75ാമത്തെ വാർഷികമാണ് സുപ്രീം കോടതി 2024 ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമായ ഷീൻ ഇ ഷേ ഏതു മൃഗമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹിമപ്പുലി. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമായ ഷീൻ ഇ ഷേ ഒരു ഹിമപ്പുലിയാണ്. അപ്പോൾ ഹിമപ്പുലിയായ ഷീൻ ഇ ഷേ ആണ് 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷേ എന്ന ഹിമപ്പുലിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യം? ഉത്തരം ഓപ്ഷൻ സി ആണ്, മാഗി. ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി. മാഗി എന്നാണ് ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യത്തിൻ്റെ പേര്.
ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിന് നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യത്തിൻ്റെ പേര് മാഗി എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. അയുത്തേയ എന്ന നാവികസേനാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യയും തായ്ലൻഡും. അയുത്തേയ എന്ന നാവികസേന അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ത്യയും തായ്ലൻഡുമാണ്. ഇന്ത്യയും തായ്ലൻഡുമാണ് അയുത്തേയ എന്ന നാവികസേനാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. അയുത്തേയ എന്ന നാവികസേനാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഇന്ത്യയും തായ്ലൻഡും. അടുത്ത ചോദ്യം നോക്കാം. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്രാൻസ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ആണ് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഭൗതികശാസ്ത്ര നോബൽ ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലൂയി ഇ ബ്രസ്. 2023 ഭൗതികശാസ്ത്ര നോബൽ ജേതാക്കളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? അപ്പോൾ ആൻലുലിയർ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ് എന്നിവരാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ ജേതാക്കളിൽ ഉൾപ്പെടുന്നത്. 2023 ഭൗതികശാസ്ത്ര നോബൽ ജേതാക്കളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ആൻലുലിയർ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ്. അപ്പോൾ ആൻലുലിയർ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ് എന്നിവർക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ജൻ വിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2023 ജൂലൈ 27. 2023 ജൂലൈ 27 ജൻവിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത്. ജൻവിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2023 ജൂലൈ 27. 2023 ജൂലൈ 27 ജൻവിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തെ ആദ്യത്തെ ദ്രവ മീഥേൻ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചൈന. ചൈനയാണ് ലോകത്തെ ആദ്യത്തെ ദ്രവ മീഥേൻ റോക്കറ്റ് വിക്ഷേപിച്ചത്. ലോകത്തെ ആദ്യത്തെ ദ്രവ മീഥേൻ റോക്കറ്റ് വിക്ഷേപിച്ചത് ചൈനയാണ്. ചൈനയാണ് ലോകത്തെ ആദ്യത്തെ ദ്രവ മീഥേൻ റോക്കറ്റ് വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പി വീരമുത്തുവേൽ. പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ. പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെയും മാലദ്വീപിൻ്റെയും നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഏകത. ഏകത എന്നാണ് ഇന്ത്യയുടെയും മാലദ്വീപിൻ്റെയും നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ത്യയുടെയും മാലദ്വീപിൻ്റെയും നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിൻ്റെ പേര് ഏകത എന്നാണ്. അപ്പോൾ ഏകത എന്നതാണ് ഇന്ത്യയുടെയും മാലദ്വീപിൻ്റെയും നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം നോക്കാം. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സി രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ്. സി രാധാകൃഷ്ണനാണ് 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ഉത്തരം സി രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് OBC പദവി നൽകിയ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് OBC പദവി നൽകിയത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് OBC പദവി നൽകിയ സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് OBC പദവി നൽകിയത്. അടുത്ത ചോദ്യം. 2023 കണക്കുകൾ പ്രകാരം ദേശീയ പാർട്ടികളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 6. 2023 കണക്കുകൾ പ്രകാരം ദേശീയ പാർട്ടികളുടെ എണ്ണം 6 ആണ്. അപ്പോൾ 2023 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലാകെ 6 ദേശീയ പാർട്ടികളാണ് ഉള്ളത്. അപ്പോൾ 2023 കണക്കുകൾ പ്രകാരം ദേശീയ പാർട്ടികളുടെ എണ്ണം ഉത്തരം 6. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏത്?
ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏത്? ഉത്തരം കൊച്ചിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.